പന്ത് വീണ്ടും സഞ്ജയുടെ കാലുകളിൽ. സഞ്ജയുടെ മികച്ചൊരു ക്രോസ് 14 നമ്പറിലേക്ക്. നമ്പർ 14 അത് മിസ്സാക്കിയിരിക്കുകയാണ്. കളിക്കാൻ ഇറങ്ങാൻ പറയുമ്പോൾ നിനക്ക് മടിയാണല്ലോ. ഇപ്പൊ കണ്ടല്ലോ. രമേശ് കളിക്കണം. ശ്രീകൃഷ്ണ കോളേജിന്റെ ഒരു ഗോൾ കിക്ക് സഞ്ജോത ട്രാപ്പ് ചെയ്തു. ശ്രീ വർമ്മ കോളേജിന്റെ ഒരു സ്ലോ ബിൽഡപ്പ്. അതാ പന്ത് വീണ്ടും ശരത്തിന്റെ കാലുകളിലേക്ക്. ഇടതുവിങ്ങിലൂടെ ശരത്തിന്റെ മികച്ചൊരു മുന്നേറ്റം സഞ്ജയിലേക്ക്. പന്ത് സഞ്ജയുടെ കാലുകളിൽ അതാ മനോഹരമായ മഴവില്ല് പോലൊരു ക്രോസ് രമേശിലേക്ക്. രമേശിന്റെ വളരെ അലസമായ ഒരു ഹെഡിങ് കളിയുടെ വളരെ നിർണായകമായ മറ്റൊരു മുന്നേറ്റവും നിഷ്ഫലമാകുന്ന നിരാശാജനകമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നീ പെട്ടെന്ന് ബോളിലേക്കോ. അവിടെ മൊത്തം പ്രശ്നം. അവർ ഇന്നു മുതൽ മരങ്ങൾ മുറിക്കാൻ തുടങ്ങും. അവരുടെ പ്രവർത്തനങ്ങൾ എതിർത്താൽ എക്സാമിന് സസ്പെൻഷൻ എന്നാണ് പ്രിൻസിപ്പാളിന്റെ നോട്ടീസ്. ഇത് ടീച്ചർ ഒപ്പിട്ടതാണോ? അത് ജീവ, ഞാൻ ഈ വർഷം റിട്ടയർ ആവുകയാണ്. അവർ വിചാരിച്ചാൽ റിട്ടയർ ആകുന്നത് വരെ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ടീച്ചറാണ്. അവരോട് മടങ്ങിപ്പോകാൻ പറയണം. സോറി ജീവ, ഞാൻ നിസ്സഹായയാണ്. പക്ഷേ ഞാനല്ല. മുഖത്ത് നോക്കി വെല്ലുവിളിക്കണം. ഇത് നിങ്ങളുടെ കോളേജ്. കണ്ടും കൊണ്ടും അറിഞ്ഞും പറഞ്ഞും പരിശ്രമിച്ചും പരീക്ഷിച്ചും നിങ്ങൾക്ക് നിങ്ങളെ അറിയാനുള്ള നിങ്ങളുടെ കോളേജ്. അവരിതിന്റെ നടത്തിപ്പുകാർ മാത്രമാണ്, അല്ലാതെ അവർ ജന്മികളും നമ്മൾ അടിമകളുമല്ല. ഇന്നിവർ നമ്മുടെ ഉമ്മറപ്പടിയിൽ വന്ന് നിൽക്കുന്നത് ഇവിടെ മോടി പിടിപ്പിക്കാനല്ല, പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം മുറിച്ചു കൊണ്ടുപോകാൻ, നിങ്ങൾ സന്തോഷങ്ങൾ പങ്കിടുന്ന മരച്ചുവടുകൾ മുതൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം വരെ പിടിച്ചെടുക്കാൻ. അവർ പിരിച്ചുവിടുവത്രേ. എത്ര പേര്? എന്റെ ഉള്ളിൽ ശ്വാസമുള്ളിടത്തോളം ആ നിൽക്കുന്നതിൽ ഒരുത്തം പോലും ഇതിനകത്ത് കാലുകുത്തില്ല. അവരറിയണം അങ്ങനെ ആർക്കും വന്ന് എന്തും കൊണ്ടുപോകാനുള്ള കാഴ്ച ബംഗ്ലാവല്ല ഇതെന്ന്. അവരറിയണം പഠിക്കാൻ മാത്രമല്ല പാഠം പഠിപ്പിക്കാനും നമുക്കറിയാമെന്ന്. അവരറിയണം ഈ കോളേജ് ആരുടേതാണെന്ന്. അവനിട്ട് 2 പൊട്ടിച്ചാൽ മതി, ബാക്കിയുള്ളവന്മാരെ ഓടിക്കോളും. ഇതൊക്കെ എന്തിട്ടാണ് നമ്മൾ ദീവാഞ്ചി പൊട്ടിക്കുന്ന 3-4 പട്ടാസ് വരെ ഒറ്റങ്ങൾ ഓടിപ്പിക്കാൻ പൊട്ടിക്കില്ല പക്ഷേ